നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് 20 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് സൗദി അറേബ്യയിലേക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ നിരവധി പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത്. UAEക്കും വിലക്കേർപ്പെടുത്തിയതിനാൽ ദുബായ് വഴിയുള്ള പ്രവേശനം താൽക്കാലികമായി മുടങ്ങിയിരിക്കുകയാണ്. ഒമാൻ വഴി സൗദിയിലേക്ക് പോകാമെങ്കിലും യാത്രക്കാരെ കാത്തിരിക്കുന്നത് വെല്ലുവിളികളും പണച്ചിലവുമാണ്. എന്നാൽ ഇതുവഴി സൗദിയിലേക്ക് ഇന്ത്യക്കാർ ഇപ്പോഴും പ്രവേശിക്കുന്നതായി ട്രാവൽ മേഖലയിലുള്ളവർ അറിയിക്കുകയും ചെയ്തു. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം ഒമാനിൽ 14 ദിവസം ക്വാറന്റീനിൽ കഴിഞ്ഞ പ്രവാസികൾ സൗദിയിലേക്ക് പ്രവേശിച്ചതായി കോട്ടയ്ക്കൽ ഖൈർ ട്രാവൽസ് മാനേജർ ബഷീർ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും UAEയിൽ നിന്നും സൗദിയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒമാൻ വഴി ഇന്ത്യക്കാർക്ക് യാത്ര സാധ്യമാകുമോ എന്ന ആശങ്കയാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ പ്രവാസികളെ കൂടി പരിഗണിച്ച് അനുയോജ്യമായ കുറഞ്ഞ പാക്കേജുകൾ ട്രാവൽ ഏജന്റുമാർ ഒരുക്കിയാൽ അത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണകരമായേക്കുമെന്നാണ് സൂചന. ഒമാൻ വഴി സൗദിയിലേക്ക് ഇന്ത്യക്കാർ ഇപ്പോഴും പ്രവേശിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഒമാൻ വഴി സൗദിയിലേക്ക് പോകാനായി യാത്രക്കാർ ചില കടമ്പകളും കടക്കേണ്ടതുണ്ട്. നിലവിൽ ഒമാൻ സൗദിയുടെ ഗ്രീൻ പട്ടികയിലുള്ള രാജ്യം കൂടിയാകുന്നു. ഇന്ത്യയിൽ നിന്നും UAEയിൽ നിന്നും നേരിട്ട് സൗദിയിലെത്താൻ കഴിയില്ലെങ്കിലും ഒമാനിലെത്തി 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയാൽ സൗദിയിലേക്ക് പോകുവാൻ സാധിക്കും. സൗദിയിലേക്കുള്ള റോഡ് അതിർത്തികൾ അടച്ചെങ്കിലും വിമാനം വഴി ഒമാനിലേക്ക് വിസിറ്റ് വിസ ലഭിക്കുന്നുണ്ട്. എന്നാൽ താമസത്തിനും പരിശോധനയ്ക്കും ടിക്കറ്റിനുമായി വൻതുക ചെലവാകുന്നതായിരിക്കും. ഈ സാധ്യത പ്രയോജനപ്പെടുത്തി നിരവധി പേരാണ് പോകാൻ താല്പര്യപ്പെടുന്നതെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു. എന്നാൽ നിരവധി പേർ ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്നതിനാലും യാത്രാ പ്രോട്ടോകോളുകൾ ഇടയ്ക്ക് മാറ്റുന്നതിനാലും ഒമാൻ വഴിയുള്ള സൗദി യാത്രയും എത്ര കാലത്തേക്ക് സാധ്യമാകുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.